ത്വരീഖത്ത് എന്നൊക്കെ പറഞ്ഞ അത്രയും പ്രധാനപ്പെട്ട വസ്തുക്കളല്ലേ, ഞങ്ങൾക്ക് അറിവൊന്നുമില്ലല്ലോ എന്നൊരു ചോദ്യം. അങ്ങനെയല്ല, നല്ല അറിവുള്ളവർക്കും വേണം, തീരെ അറിവില്ലാത്തവർക്കും വേണം. നല്ലൊരു പണ്ഡിതനാണെങ്കിൽ ഇവർക്ക് കുത്തുപോകാൻ കഴിയും, നിക്കാഹ് എടുത്താൻ കഴിയും, മസ്രയിച്ച് ചോദിച്ചാൽ പറയാൻ കഴിയും. ഒരു തോട്ടം പണിക്കാരനാണെങ്കിൽ അതിന്റെ മസ്രയിച്ച് ആൾക്ക് പറയാൻ കഴിയും. ആ വിഷയത്തിൽ ആൾ പണ്ഡിതനല്ലേ? എല്ലാവരും പണ്ഡിതന്മാരാ, എല്ലാവരും ഓരോ വിഷയത്തിൽ പണ്ഡിതന്മാരാ. തസവുഫിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാരാവണം. അത് കിതാബ് ഓതി പഠിച്ചതുകൊണ്ടോ തസവുഫിന്റെ പുസ്തകം വായിച്ച് പഠിച്ചതുകൊണ്ടോ പണ്ഡിതനായിക്കൊള്ളണം എന്നില്ല. ഒരു അറിവില്ലാത്ത ആൾക്കാർക്കും എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാർക്കും തസവുഫിന്റെ വിധത്തിൽ പണ്ഡിതന്മാരാവാനും കഴിയും. അത് പടച്ചോന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു മഹത്തായ മഹൽ ഫദിലല്ലേ. നിങ്ങളെ കൊണ്ട് കഴിയും. നിങ്ങൾക്ക് അറിവ് അല്ല തരും ചെയ്യും. ഈ ആത്മീയമായി ഉയരുമ്പോൾ ഉള്ളുന്നൊരു പ്രകാശം പുറത്തേക്ക് വരിക. എനിക്ക് നിസ്കരിക്കണം, എനിക്ക് എന്റെ റബ്ബിനെ അറിയണം, എനിക്ക് പാവങ്ങളെ സഹായിക്കണം, എനിക്ക് മറ്റു മൃഗങ്ങളെ സ്നേഹിക്കാൻ, കരുണ കാണിക്കാൻ എന്നോട് കഴിയണം, മറ്റു മതക്കാരെ കാണുമ്പോൾ എന്റെ റബ്ബാണല്ലോ ഓരെ പോറ്റണത്, ഓരും ഞാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടി ഉള്ളുന്ന് വരണം. അതിന് ഈമാൻ ഉണ്ടായ ആർക്കും കഴിയൂലേ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അറിവില്ലാത്ത ആൾക്കാർ, ആ സഹാബാക്കളൊക്കെ ഏത് കോളേജിലാണ് പഠിച്ചേ? ബഹുമാനപ്പെട്ട സഹാബാക്കൾ ഓതി പഠിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഓല് ഹബീബുല്ലാ നബി വന്നിട്ട് ഏതാനും വായിച്ചാത്ത ആൾക്കാരാ, കുറെ ആൾക്കാരാ കൂട്ടത്തില്. എന്നിട്ട് ഓല ഒന്നൊക്കെ ഏതൊക്കെ പോക്കിരിമാര്, കൊല്ലാമെന്ന ആൾക്കാര്, പെൺകുട്ടികളെ കൊല്ലുന്ന ആൾക്കാര്, കൊള്ളക്കാര്, കള്ളു കച്ചവടക്കാര്, വ്യഭിചാരശാല നടത്തുന്ന ആൾക്കാരൊക്കെ ഈ വിപ്ലവമായി മാറിയത് ഏത് കിതാബ് ഓതി പഠിച്ചിട്ട്? റസൂലുള്ളാഹിനെ പഠിച്ചിട്ടല്ലേ? അല്ലെ? ഒരു അറിവില്ലാത്ത എഴുതാനും വായിക്കാനകത്ത് ബിലാൽ റളിയല്ലാഹുവിനെ കഅബത്തിന്റെ മേലെ കയറ്റി മക്ക ഫത്തഹിന് വാങ്ങ് വിളിപ്പിച്ചത് ഹബീബ റസൂലുള്ളാഹി ഈമാൻ കൊണ്ടനല്ലേ? അവിടെ ഉമറുല്ലാനും അലിയുല്ലാനും ഇവരൊക്കെ ഉണ്ടായിട്ട് ഈ കറുത്ത ബിലാലിനെ അവിടെ കയറി വാങ്ങ് വിളിപ്പിച്ചെങ്കിൽ അത്രയും മഹത്വമാണ് ദീന് എന്ന് മനസ്സിലാക്കണ്ടേ? ആ പവർ റബ്ബ് നമുക്ക് തരും. എന്നിട്ട് ഉമറുല്ലാന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മക്കുമ്പോൾ ഒരു രംഗുണ്ട്. ബിലാലെ നിങ്ങൾ ഭാഗ്യവാനാണ്. അതെ, ആ ഭാഗ്യം ഞമ്മക്കൊള്ള തരും. അതിന് അറിവല്ല വേണ്ട, നല്ലൊരു മനസ്സാ വേണ്ട. അപ്പൊ സഹാബാക്കളൊന്നും കിതാബ് ഓതി പഠിച്ച രക്ഷപ്പെട്ടവരല്ല, അല്ലെ? അവരൊക്കെ ഹബീബുല്ലാ എന്ന് പഠിച്ചവരാ നേരിട്ടിട്ട്. എന്നുമാതിരി അവസ്ഥകൾക്കും വരും.